വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബിടെക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെടുത്ത് നിങ്ങൾക്ക് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ആൻസറാണ് ഒന്നുകിൽ എനിക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആവണം എന്നുള്ളത്. അന്ന് ഡോക്ടർ എന്താണെന്ന് പിന്നെ അറിയാം. എഞ്ചിനീയർ എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ആരും എനിക്ക് എഞ്ചിനീയർ ആവണമെന്ന് പറയുന്നത്. ആരൊക്കെയോ എവിടേക്കോ പറയുന്നത് കേട്ടു. സോ അതുകൊണ്ട് എനിക്ക് എഞ്ചിനീയർ ആവണം. ഇതായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള അവസ്ഥ. ഇതല്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊക്കെ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കും ഞാൻ എന്താവണം എന്നുള്ളത്. അവരതിന് മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ +2 കഴിഞ്ഞിട്ട് വീട്ടുകാരെ നിർബന്ധത്തിന് ഓരോ കോഴ്സിന് പോകുന്ന ആളുകൾ അതൊക്കെ ഇന്നും കണ്ടുവരുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്, അത് മാത്രം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മൾ ബിടെക് എന്താണെന്നും എങ്ങനെയാണ് ബിടെക്കിന് അഡ്മിഷൻ കിട്ടുക എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. എന്താണ് ബിടെക്? +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് 4 ഇയർ കോഴ്സിനെയാണ് നമ്മൾ ബിടെക് എന്ന് പറയുന്നത്. നമ്മളെ ബിടെക്കിൻ്റെ മദർ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് സിവിലും മെക്കാനിക്കലും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും ആണ്. ഈ മദർ ബ്രാഞ്ചസ് അല്ലാതെ വേറെയും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് കേട്ടോ ഇന്ന് എഞ്ചിനീയറിങ്ങിന്. നമ്മളെ റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അഗ്രികൾച്ചർ, ഫുഡ് ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഇപ്പം അവൈലബിൾ ആണ്. ഏത് ബ്രാഞ്ചായാലും അതിൻ്റെ തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് നമുക്ക് ലഭിക്കുന്ന രീതിയിലായിരിക്കും ഓരോ കോഴ്സും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഈ എഞ്ചിനീയറിങ്ങിന് നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിന് എൻട്രൻസ് എക്സാം ഉണ്ട് ഇന്ത്യയിലെ നമ്പർ 1 കോളേജസ് ആയിട്ടുള്ള IITയിലും NITയിലും ഒക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള എൻട്രൻസ് എക്സാമാണ് JEE മെയിൻ ആൻഡ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റും അവരുടേതായ എൻട്രൻസ് എക്സാമുകളുണ്ട് ആ സ്റ്റേറ്റിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേരളത്തിൽ KTUവിൻ്റെ അണ്ടറിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമാണ് കീം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്യുസാറ്റിൽ വേറെ എൻട്രൻസ് എക്സാമാണ്. പിന്നെ ചില പ്രൈവറ്റ് കോളേജുകൾ അവരുടേതായ എൻട്രൻസ് എക്സാമുകളും ഉണ്ടായിരിക്കും. ഇത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. മെയിനായിട്ടും കീം എക്സാമിൻ്റെ റാങ്കിനനുസരിച്ചാണ് നമുക്ക് ഓരോ കോഴ്സിനും അഡ്മിഷൻ കിട്ടുന്നത്. കേരളത്തിൽ 7 ഗവൺമെൻറ് കോളേജസും അതേപോലെ തന്നെ 3 എയ്ഡഡ് കോളേജസുമാണ് KTUവിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഫീസിൽ പഠിക്കാവുന്നതാണ്. ഏകദേശം ഒരു 15Kൻ്റെ ഉള്ളിലായിരിക്കും 1 ഇയർ ഫീസ് നമുക്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റാങ്കിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന കോഴ്സുകളും ഉണ്ടാവുക. നമുക്കൊരു ബിലോ 1000ൻ്റെ ഇടയിലൊക്കെയാണ് റാങ്ക് കിട്ടിയതെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇഷ്ടമുള്ള കോളേജ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ടാകുന്നതാണ്. എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ +2ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ സബ്ജക്റ്റ് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എൻട്രൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബിടെക്കിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ബിടെക് പഠിക്കണം എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ കോഴ്സ് എടുത്ത് പഠിക്കാൻ വരിക. അല്ലാതെ പാരൻസിൻ്റെ നിർബന്ധത്തിനോ എനിക്കൊന്നും കിട്ടാഞ്ഞിട്ട് ഞാൻ വന്നതാണ് ഈ രീതിയിലൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വരരുത്. കാരണം അത് ചിലപ്പോൾ നിങ്ങളെ പഠിത്തത്തിനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് എല്ലാവരും അതൊക്കെ സൂക്ഷിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.